റീത്ത് സ്ഥാപിച്ച് പായ് വിരിച്ചിരുന്ന് പ്രതിഷേധം. കാട്ടാക്കട മിനി നഗർ അഴിക്കാലിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് 8 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് LDF ഭരണകാലത്ത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപയ്ക്ക് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പൊതുവിപണിയേക്കാൾ വില കുറച്ചു നൽകുന്നതിന് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഹോളോ ബ്രിക്സ് കമ്പനി തുരുമ്പെടുത്ത് നശിക്കുന്നു. കമ്പനിക്ക് അകവും പുറവും കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിട്ടും തുടർച്ചയായി വന്ന LDF ഭരണസമിതി 9 വർഷം പിന്നിട്ടിട്ടും ഒരു ദിവസം പോലും പ്രവർത്തിക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ച് പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്പനിയിൽ റീത്ത് സ്ഥാപിച്ച് നടയിൽ പായ് വിരിച്ചിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടക്കോട് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ നിർദ്ദേശം കൂടെ അനുസരിച്ചുകൊണ്ട് പകുതി വിലയ്ക്ക് പുറത്തുനിന്ന് കല്ല് കിട്ടുന്നതിനേക്കാൾ പകുതി വിലയ്ക്ക് കല്ല് കൊടുക്കാൻ വേണ്ടി 8 വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ച ഹോളോ ബ്രിക്സ് കമ്പനിയാണിത്. ഒരു ദിവസം പോലും 8 വർഷം, ഈ 8 വർഷവും ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. 9 വർഷവും ഭരണം നടത്തുന്നത് LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ നടപടിയും ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഇവിടെ ഒരു ദിവസം പോലും കല്ലടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ 9 വർഷം ആകാൻ പോകുന്നു. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരും LDF ആണ്, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണവും LDFിൻ്റേതാണ്. 2 ടേമായിട്ട് LDFിൻ്റെ ഭരണമാണ്. പക്ഷേ ആദ്യത്തെ ഭരണസമിതി ഇത് കൊണ്ടുവന്നതാണ്. രണ്ടാമത്തെ ഭരണസമിതി 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷം ആകാൻ പോവുകയാണ്. ഇനി വെറും 6 മാസം കാലാവധി ഉള്ളൂ. എന്നിട്ടും ഇതിനെ ഒന്ന് ശരിയാക്കി ഇതിനെ ഒന്ന് പ്രവർത്തനക്ഷമമാക്കി ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യേണ്ട ഒരു സ്ഥാപനമാണിത്. ഒരു കല്ല് പോലും ഇതുവരെ ഒരു വീടിന് പോലും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ശരി. എന്നാൽ ദൂരത്തിന് ഇതുപോലുള്ള സാധനങ്ങൾ കിടക്കുമ്പോൾ ദൂരത്തിന് ഒരു കുറവുമില്ല. ഗ്രൗണ്ടിന് എന്ന് പറഞ്ഞിട്ട് വാർഡുകളിലെ വികസനം നടത്തേണ്ട പൈസ 30,000 രൂപ വില വരുന്ന വസ്തു ഇപ്പോൾ 60,000 രൂപയ്ക്ക് വാങ്ങിച്ച് സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി വാങ്ങിച്ചു. എന്നാൽ ചായക്കുളം വാർഡിൽ തനത് പഞ്ചായത്തിൻ്റെ ഭൂമി 2.5 ഏക്കർ കിടപ്പുണ്ട്. അത് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ഇതുവരെ അവർ